ഹലോ, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ Insta360 X4 ആണ് കേട്ടോ നമ്മളെ കയ്യിലിരിക്കുന്നത്. ഇറങ്ങിയിട്ട് ലോഞ്ചായിട്ട് ഏകദേശം ഒരു 8 മാസമായി. പക്ഷേ സൈറ്റിലൊന്നും അങ്ങനെ അത്രയും അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോഴൊക്കെയാണ് വന്നത്. ഞാൻ എസ് പ്രോ 2 നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എസ് പ്രോ 2 ഇപ്പോഴാണ് അവൈലബിൾ ആയത്. പിന്നെ 360യുടെ ആ ഒരു ഉപയോഗം നമുക്ക് എസ് പ്രോ 2 എടുത്താൽ കിട്ടൂലല്ലോ. ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു. എൻ്റെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊന്നുകൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് തരാം. പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ Insta360 1RS ഒക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു നീളം കേസിലാണ് വരുന്നത്. ഇതിപ്പം നേരെ തിരിച്ചൊരു ചതുര ബോക്സ് ആയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ X4 ടൈപ്പ് ക്യാമറയിലോട്ടൊക്കെ നോക്കുന്നത്. മറ്റേ സാധാ ഒരു ടിപ്പിക്കൽ ആക്ഷൻ ക്യാമറയുടെ ഇതിലല്ലേ 1RS ഒക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് അതായിരുന്നു കൂടുതൽ താല്പര്യം. 1RS ഒന്നും ഇപ്പം അവൈലബിൾ അല്ല. അതൊക്കെ എല്ലാം നിർത്തലാക്കി തുടങ്ങി. അപ്പോൾ ഇവർ കൂടുതലും 360 ക്യാമറ X4 ആ ഒരു X സീരീസിലോട്ടും നോർമൽ ആക്ഷൻ ക്യാമറ ആയിട്ടുള്ള എസ് പ്രോ 2 അങ്ങനെയുള്ള ആക്ഷൻ ക്യാമറയിലോട്ടൊക്കെ അവർ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ ചോയ്സ് ഇല്ലായിരുന്നു, ഇതിലോട്ട് തന്നെ മാറേണ്ടി വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് തുറക്കുമ്പോൾ ഉള്ള ഇതിൻ്റെ അകം. ഇത് നമ്മുടെ ക്യാമറ വിചാരിക്കണമെന്നൊക്കെയല്ല, ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധനത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ബാറ്ററിയുടെ ഇത് വരുന്നത്. ഇവിടെയാണ് കേട്ടോ, ഇവിടെ നമ്മൾ ബാറ്ററിയുടെ ഇത് വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് ബാറ്ററി ഉപയോഗിക്കാം. ഞാൻ ഇതുവരെ ഓണാക്കി നോക്കിയില്ല കേട്ടോ. ഇവിടെയാണ് SD കാർഡ് ഇരുന്നത്. കണ്ട SD കാർഡ് ഏകദേശം ഇവിടെ ആയിട്ട് SD കാർഡ് ഇടാം, തിരിച്ചിടാം. ബാറ്ററിയൊക്കെ വലുതാണ് കേട്ടോ. എത്ര mAh എന്ന് എഴുതിയിട്ടുണ്ടാകും നോക്കട്ടെ. 2290 mAh ബാറ്ററി ഉണ്ട്. വലിയ ബാറ്ററിയാണ്. 8K ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് അതിൻ്റെതായ ബാറ്ററി കൺസപ്ഷനും ഉണ്ടായിരിക്കും. ഇതിവിടെയാണ് നമ്മുടെ മൈക്ക് അഡാപ്റ്റർ ഇടാനുള്ള സാധനങ്ങൾ വരുന്നത് കേട്ടോ. ഇവിടെ മൈക്ക് അഡാപ്റ്റർ ഇടാനുള്ളത്. ഈ ബോക്സിന് എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് മാറ്റി തിങ്ക് ബോൾഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവരെ മെയിൻ വാക്യമാണല്ലോ Insta360 തിങ്ക് ബോൾഡ്. നമുക്ക് ഓപ്പണായിട്ട് നോക്കാം. അപ്പോൾ അതുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പൗച്ച് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പൗച്ച്. ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു പൗച്ചാണ് കേട്ടോ. നല്ല രസമുണ്ട്. സിബൊക്കെ റബ്ബർ നല്ല രസമുണ്ട് കേട്ടോ. Insta360 എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. തുറന്ന് നോക്കാം. പിന്നെ അതെന്തൊക്കെ ഉണ്ട്, എന്താ പറയുക, തെർമോഗ്രിപ്പ് കവറും കൊടുക്കുന്നുണ്ട് കേട്ടോ. കവർ അതിൻ്റെ ഇത് ചാർജിങ് കേബിള്, ഡാറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. ചാർജ് ചെയ്യാനുള്ള ചാർജറൊന്നുമില്ല, നമ്മൾ സാധാ ഫോണിൽ വെച്ച് ചാർജ് ചെയ്യണം. പിന്നെ ഇത് മറ്റേ ക്ലോത്താണ് കേട്ടോ, മൈക്രോ ഫൈബർ ക്ലോത്ത്, ലെൻസൊക്കെ തുടയ്ക്കാനായിട്ടുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത്. പിന്നെ ഫോറിൻ്റെ ഒരു ഹാർഡ് കേസ്. ഫുള്ള് കവറേജ് ഒന്നും വരുന്നില്ല, ഒരു സൈഡ് മാത്രം കവർ ചെയ്യുന്ന ഒരു ഫ്ലെക്സിബിൾ കേസാണ് കേട്ടോ വരുന്നത്. പ്ലാസ്റ്റിക് പോലത്തെ ഒരു ടൈപ്പാണ്. ഇതിൻ്റെ അകത്ത് കയറ്റി ഇട്ട് ഉപയോഗിക്കാം ആ കേസ്. ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ക്യാമറ ഇട്ടുകൊണ്ട് ഉപയോഗിക്കാം കേട്ടോ. സിമ്പിളായിട്ട് ക്യാമറ അതിൻ്റെ അകത്തിട്ട് നമുക്ക് കൊണ്ടുപോയി ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണ് ക്യാമറ. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കേസ് ആയിട്ട് തന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു. ഞാൻ 1R വാങ്ങിച്ചപ്പോഴത്തേക്ക് എനിക്ക് അവരൊരു ടീഷർട്ട് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നോർമലായിട്ടുള്ള സേഫ്റ്റി ഗൈഡ് ലൈൻസ്, പിന്നെ എന്തൊക്കെയുണ്ട്, വാട്ടർ പ്രൂഫിങ്, വാട്ടറിനും ഇങ്ങനെ കുറേ ഗൈഡുകൾ, കാര്യങ്ങൾ വാട്ടർ പ്രൂഫിൻ്റെ. പക്ഷെ നമ്മൾ വാറൻറ്റി കാർഡ് ഇംഗ്ലീഷിലും ചൈനയിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വാറൻറ്റി കാർഡ് അങ്ങനെ വലിയൊരു ബുക്ക് തന്നെ ഉണ്ട്. പിന്നെ എന്താ ഇപ്പുറ സൈഡ് നോക്കട്ടെ. പിന്നെ ഒരു ലെൻസ് പ്രൊട്ടക്ടർ ഉണ്ട് കേട്ടോ. നോർമൽ ലെൻസ് പ്രൊട്ടക്ടർ. വീഡിയോ ട്യൂട്ടോറിയലാണെങ്കിൽ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ട്യൂട്ടോറിയലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ലെൻസ് ക്യാപ്പ് വരുന്നത്, അതായത് ലെൻസ് ഗാർഡ്. ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഒട്ടിക്കാനായിട്ട് ഒരു ടെമ്പേർഡ് ഗ്ലാസ് പോലെ അവർ തന്നെ സ്റ്റാൻഡേർഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 360 ലെൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് സ്ക്രാച്ചും കാര്യങ്ങളും വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മൈക്ക് അഡാപ്റ്ററും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മൈക്ക് അഡാപ്റ്റർ X4ൻ്റെ. ഇത് 1699 എന്താണ് X4ൻ്റെ അഡാപ്റ്ററിന് വില വരുന്നത് കേട്ടോ. ഇതാണ് അഡാപ്റ്റർ കേട്ടോ. ഇതാണ് മൈക്ക് അഡാപ്റ്റർ. ഇതിലാണ് നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കണക്ട് ആകാൻ പറ്റില്ലെന്നാണ് എൻ്റെ അറിവ്. ഇതാണ് X4ൻ്റെ അഡാപ്റ്റർ. ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്നുള്ള ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മൾ ക്യാമറ എടുക്കുക. ക്യാമറ ഇവിടെയാണ് മൈക്ക് അഡാപ്റ്റർ കുത്തുന്ന സാധനം വരുന്നത്. ഇത് ഊരാതെ, ഈ സാധനം ഊരാതെ നമുക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല, വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്കിത് ഊരെടുക്കണം. ഇത് ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. പൊട്ടിപ്പോകുന്ന ടൈപ്പൊന്നുമല്ല. ഇത് ഊരി വെച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ഇത് കളഞ്ഞു പോകും. പിന്നെ മെനക്കേടാണ് വാങ്ങാനൊന്നും. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനൊക്കെ കിട്ടുന്നതിനും പാടാണ്. അപ്പോൾ ഇതെങ്ങനെ ഊരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചാലൊക്കെ വലിയ പാടാണ് ഊരി വരാൻ. നിങ്ങൾ ഇങ്ങനെ നൂത്ത് പിടിക്കുക ഈ സൈഡിലോട്ട്, ഇങ്ങനെ വലത്തോട്ടോ ഇടത്തോട്ടോ ഒരു സൈഡ് ഇത് ചെയ്ത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ
സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതാണ് അതിൻ്റെ മൈക്ക് അഡാപ്റ്റർ വരുന്നത്. ഇവിടെ നമുക്ക് ചാർജും ചെയ്യാം, റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണിത് കുത്താനുള്ളത്. അപ്പോൾ മൈക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്യും. ഇനി മൈക്ക് ഇതിൽ കണക്ട് ചെയ്യും, ഇവിടെയാണ് കണക്ട് ചെയ്യാനുള്ളത്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാം. നല്ല ടൈറ്റാണ് കേട്ടോ, ഇതാണ് സാധനം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 8K വീഡിയോയിൽ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് മെഗാ വ്യൂവിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റിൻ്റെ കൂടെ അതിൻ്റെ പുറത്തൂടെയാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി, ഇൻബിൽറ്റ് ആയിട്ടുള്ള വോയിസ് ക്വാളിറ്റി എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. വേറെ ഇവൻ പ്രൊട്ടക്ഷൻ കാര്യങ്ങളും ഇതൊന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ കടൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കടൽ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്, കാറ്റും അതുപോലെ തന്നെ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇൻബിൽറ്റ് മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതാണ് 8K റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ക്വാളിറ്റി. 8K റെസൊല്യൂഷൻ എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റടിക്കുന്ന സമയത്ത് നല്ല വിൻഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. ഹീറ്റ്, അതായത് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ട് റൂം ടെമ്പറേച്ചറിലൊന്നും വെച്ചിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്ത് 8K കാരണം നല്ല രീതിക്ക് ക്യാമറ ഹീറ്റാവും. ഇപ്പോൾ അത്രത്തോളം ഹീറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ നല്ല രീതിക്ക് സാധനം ഹീറ്റാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ Insta360 X4-ൻ്റെ 8K എന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സിംഗിൾ ലെൻസ് മോഡിലാണ്. സിംഗിൾ ലെൻസ് മോഡിൽ അൾട്രാ വൈഡിൽ മാക്സിമം വൈഡ് ആംഗിളിലിട്ടാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഒറ്റ ലെൻസാണ്. കാരണം ഇത് സിംഗിൾ ലെൻസിൽ വരുമ്പോഴത്തേക്ക് ഇതിൽ 4K മാത്രമേ സപ്പോർട്ട് ആവുള്ളൂ കേട്ടോ. 4K സപ്പോർട്ട് ആവുള്ളൂ, 5.7K പോലും ഇതിൽ സപ്പോർട്ട് ആവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ Insta360 X4-ൻ്റെ വൈഡ് ആംഗിൾ മോഡ്, മാക്സ് വൈഡ് ആംഗിൾ സിംഗിൾ ലെൻസിൽ 4Kയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്ന 5.7K പ്ലസ്സിലാണ് കേട്ടോ. സിമിലർ ടു 7K ആണ് എന്നാണ് അതിനെ പറയപ്പെടുന്നത്. 8K ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ സൈസ് ഭയങ്കര ബിഗ്ഗാണ്. അപ്പോൾ ഒരു മോട്ടോ വ്ളോഗിങ്ങിനായിട്ട് ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ചെറിയ ഷോർട്സൊക്കെ എടുക്കാനായിട്ട് 8Kയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് 5.7K 7K പ്ലസ്സിലൊക്കെ ഇട്ടെടുക്കുന്നതായിരിക്കും വൃത്തി കേട്ടോ. 8Kയിലോട്ട് വരുമ്പോഴത്തേക്കും 30 FPS തന്നെയാണ്. 5.7K പ്ലസ്സിൽ വരുമ്പോൾ 30 FPS തന്നെയാണ്. പക്ഷേ വെറും 5.7Kയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 60 FPS കിട്ടുന്നുണ്ട്. 4K ആണെങ്കിൽ നമുക്ക് 100 FPS കിട്ടുന്നുണ്ട് കേട്ടോ.